റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ICBM ആദ്യമായി ഒരു രാജ്യം ലോഞ്ച് ചെയ്തു. ഈ ICBM ലോഞ്ച് ചെയ്തതിന് ലോകത്തിൽ നിന്ന് ഒരുപാട് പ്രതികരണങ്ങൾ ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് രാഷ്ട്രത്തലവന്മാർ നേരിട്ട് റഷ്യയെ വിമർശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഉക്രൈനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കാനായി നിങ്ങൾ ഏത് പരിധിവരെയും പോകാൻ തയ്യാറായിരിക്കുകയാണ് എന്ന് നേരിട്ട് പല വിമർശനങ്ങൾ വയ്ക്കാൻ തുടങ്ങി. അമേരിക്കയുടെ നേതാക്കൾ പോലും, മുൻ ഗവൺമെന്റ് അധികാരികളായാലും ഇപ്പോഴുള്ളവരായാലും റഷ്യയെ തുറന്ന് വിമർശിക്കാൻ തുടങ്ങി. ഇപ്പോ ഇതിനിടയിൽ സംഭവിക്കാൻ തുടങ്ങിയത് കേഴ്സ് മേഖല. ഈ പ്രശ്നങ്ങൾ ഇത്രത്തോളം വലുതാകാൻ കാരണം കേഴ്സ് പ്രദേശമാണ്. അവിടെ ഒറ്റ ദിവസത്തിൽ റഷ്യയുടെ ഡ്രോണുകൾക്ക് മുൻപിൽ 140 പേരോളം കീഴടങ്ങി. പല സ്ഥലങ്ങളിൽ നിന്നും 140 പേരോളം ഉക്രൈൻ സൈനികർ റഷ്യയുടെ ഡ്രോൺസിന് മുൻപിൽ കീഴടങ്ങി. പരമാവധി 400 പേർ വരെയും ഞങ്ങളെ കൊണ്ട് ഇനി യുദ്ധം ചെയ്യാൻ സാധിക്കില്ല, ഉക്രൈനിൽ നിന്നും ഞങ്ങൾക്ക് ആവശ്യമായ ലോജിസ്റ്റിക് സപ്ലൈ ലഭിച്ചില്ല, ഇതിനുശേഷവും ഉക്രൈനു വേണ്ടി ഞങ്ങളെ കൊണ്ട് മരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് റഷ്യയ്ക്ക് മുൻപിൽ കീഴടങ്ങി. പോരാത്തതിന് വീണ്ടും 2 സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈൽ, 7 ഹൈമാസ് മിസൈൽ, വീണ്ടും പല ATCMS റഷ്യയ്ക്കുള്ളിൽ വെച്ച് ഇന്റർസെപ്റ്റ് ചെയ്തതായി റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഒരു വിവരം പുറത്തുവിട്ടു. ഇങ്ങനെ പല വഴിത്തിരിവുകൾ കഴിഞ്ഞ 12 മണിക്കൂറിനുള്ളിൽ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. കേഴ്സ്ക് റീജിയൻ എന്നാണോ ഓഗസ്റ്റ് മാസത്തിൽ റഷ്യയെ ആക്രമിക്കണം, റഷ്യൻ പ്രദേശങ്ങളെ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് ആക്കണം എന്ന് ചിന്തിച്ച് ഉക്രൈൻ അകത്തേക്ക് പോയത്, അന്നു മുതൽ റഷ്യ ഉക്രൈൻ യുദ്ധം 2.0 ആരംഭിച്ചു. കാരണം ആ ഒരു യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ തുടങ്ങി. കേഴ്സ്ക് പ്രദേശത്തെ സംബന്ധിച്ച് 5-ൽ 3 പ്രദേശവും റഷ്യ തിരികെ പിടിച്ചു. എങ്കിലും ഉക്രൈനെ കൊണ്ട് അതിലൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതിനകം തന്നെ പല രാജ്യങ്ങൾ അവരുടെ അതൃപ്തി പ്രകടിപ്പിച്ചു. നിങ്ങൾ ഇനിയും റഷ്യയ്ക്കുള്ളിൽ ആയിരിക്കാൻ പാടില്ല, പുറത്തേക്ക് വരണം. നിങ്ങൾ ഇനിയും അവിടെ ആയിരുന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് 1% പോലും പ്രയോജനം ഇല്ല, എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരണമെന്ന് എത്രയോ തവണ പറഞ്ഞു. എന്നാൽ ഉക്രൈന് ഒരു അഭിമാന പ്രശ്നം. പെട്ടെന്ന് പുറത്തേക്ക് വരികയാണെങ്കിൽ പിന്നെന്തിന് നിങ്ങൾ അകത്തേക്ക് പോയി എന്ന ഒരു ചോദ്യം വരും. ആ ഒരു അഭിമാന പ്രശ്നം കാരണം എത്രത്തോളം പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അവർക്ക് വരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലൊന്നാണ് ഇപ്പൊ വന്ന പ്രശ്നം. റഷ്യയുടെ ഡ്രോൺ ഫൂട്ടേജ് തന്നെ നിങ്ങൾ നോക്കുക. ഇത് കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു 20-30 പേരോളം അവരുടെ ആയുധങ്ങൾ താഴെയിട്ട് ഡ്രോൺസിന് മുൻപിൽ കീഴടങ്ങുന്നത് പോലുള്ള ഒരു കാഴ്ച. റഷ്യൻ മാധ്യമങ്ങളും ചില ഉക്രൈൻ മാധ്യമങ്ങളും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി. കൂടെ തന്നെ റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഔദ്യോഗികമായി നൽകിയിട്ടുള്ള ചില ക്ലിപ്സും അവരുടെ ചില ഡേറ്റാസും ഒന്നോടൊന്ന് ചേർത്ത് നോക്കിയാൽ 389 പേരാണ് ഒറ്റ ദിവസത്തിൽ, ഒരാഴ്ചയിലോ ഒരു മാസത്തിലോ അല്ല, ഒറ്റ ദിവസത്തിൽ മാത്രം കേഴ്സ്ക് റീജിയണിൽ വെച്ച് റഷ്യയ്ക്ക് മുൻപിൽ കീഴടങ്ങി. ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ്, ഞങ്ങൾക്ക് ആവശ്യമായ ആയുധങ്ങൾ ലഭിക്കുന്നില്ല എന്ന്. ഇങ്ങനെയുള്ള ചില ക്ലിപ്സുകൾ നമുക്കിവിടെ നൽകാൻ പോലും കഴിയില്ല. കാരണം ഒന്നുകിൽ കോപ്പിറൈറ്റ് പ്രശ്നം വരും, അതല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് കണ്ടന്റ്, ഇങ്ങനെ പല പ്രശ്നമുണ്ട്. അതിൽ അവർ പറഞ്ഞത്, ആ സൈനികർ തന്നെ പറഞ്ഞത്, ഞങ്ങൾക്ക് ആവശ്യമായ ആയുധം ഞങ്ങൾക്ക് കഴിഞ്ഞ 10 ദിവസമായിട്ടും ലഭിച്ചിട്ടില്ല. ഈ 10 ദിവസത്തിൽ ഞങ്ങളുടെ പക്കലുള്ള റിസർവ് ഫോഴ്സസ് ഉപയോഗിച്ച്, റിസർവ് ആയുധങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് ഇത്രയും ദിവസം കേഴ്സ്കിൽ യുദ്ധം ചെയ്തത്. ഇതിനുശേഷവും ഞങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കുള്ള ഒരേയൊരു മാർഗം ഇത് മാത്രമാണ്, റഷ്യൻ ഫോഴ്സസിന് മുൻപിൽ കീഴടങ്ങുക എന്ന് പറഞ്ഞ് ആ ഒരു പ്രസ്താവന കൊടുത്തുകൊണ്ട് തന്നെ കീഴടങ്ങി. എന്നാൽ മറുവശത്ത് യാതൊരു നാണവുമില്ലാതെ ഉക്രൈൻ മാധ്യമങ്ങൾ പറയുന്നത് കേഴ്സ്കിൽ ഉക്രൈൻ അവരുടെ കൗണ്ടർ ഒഫൻസീവ് ആരംഭിച്ചുവെന്ന്. ഇതെല്ലാം ഉക്രൈൻ മാധ്യമങ്ങൾ എന്ത് ചിന്തിച്ചുകൊണ്ട് പറയുന്നു എന്നേ അറിയില്ല. കാരണം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിനും ഉക്രൈൻ മാധ്യമങ്ങൾ സംസാരിക്കുന്നതിനും ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. അതേസമയം ICBM ലോഞ്ച് ചെയ്തതിനു ശേഷം റഷ്യയ്ക്കും ഒരുപാട് എതിർപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. ആരെന്ത് സംസാരിച്ചാലും ഈ ആണവായുധത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അമേരിക്ക സംസാരിക്കുന്നതാണ് അല്പം പോലും അംഗീകരിക്കാത്തത്. ഇപ്പോ അവർ നൽകിയ പ്രസ്താവന റഷ്യ ആവശ്യം ഇല്ലാതെ യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ ഭീഷണി അധികമാക്കുകയാണ്. ആവശ്യമില്ലാതെ ഒരു രാജ്യത്തെ ഭയപ്പെടുത്തി എത്രത്തോളം ഭയത്തിനുള്ളിൽ കൊണ്ടുപോകാൻ കഴിയുമോ അതെല്ലാം ചെയ്ത് ആ രാജ്യത്തെ കീഴടക്കാൻ ശ്രമിക്കുകയാണ്. ഇത് വളരെ മോശമായ കാര്യമാണ്. മനുഷ്യത്വമുള്ള ആരും ഇങ്ങനെ ചെയ്യില്ല എന്ന്. അതായത് റഷ്യയിലുള്ള ആർക്കും മനുഷ്യത്വമേ ഇല്ല, അതുകൊണ്ടാണ് ഉക്രൈനെ അവർ ഇങ്ങനെയെല്ലാം ആക്രമിക്കുന്നത് എന്ന് അവരുടെ അഭിപ്രായം പറഞ്ഞു. അപ്പോ ഹിരോഷിമ, നാഗസാക്കി, ഇതിനുള്ള ഉത്തരം ആരുടെയെങ്കിലും പക്കലുണ്ടോ? അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുമോ?
ഒരു മിസൈൽ അയച്ച് ഒരു രാജ്യത്തെ കീഴടക്കാൻ ശ്രമിക്കുന്നത് വലിയ തെറ്റാണെങ്കിൽ യാതൊരു ബന്ധവുമില്ലാതെ രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതിന് ആണവായുധം പ്രയോഗിച്ചു. സത്യം പറഞ്ഞാൽ അതവിടെ ആവശ്യമേ ഇല്ലായിരുന്നു. ജപ്പാന്റെ ചരിത്രം അറിയാവുന്ന ആർക്കും അറിയാം, അവിടെ ഒരു ആണവായുധം ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. 2 ആണവായുധം അവിടെ എറിയുകയും ആവശ്യമേ ഇല്ലാതെ പല ലക്ഷം ജനങ്ങളെ കൊന്നു. അപ്പോ അത് ആവശ്യമായ കാര്യമാണോ? ഇപ്പോൾ വരെയും പല രാജ്യങ്ങൾ നിങ്ങൾ നൽകിയ മുറിവിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടേ ഇല്ല. ബ്രിട്ടനെ കുറിച്ചൊക്കെ പറയേണ്ട ആവശ്യമേ ഇല്ല. ഈ ആധിപത്യം സൃഷ്ടിക്കുക, മറ്റ് രാജ്യങ്ങളെ ഭയപ്പെടുത്തി കീഴടക്കുക, ഇതൊന്നും സംസാരിക്കേണ്ട യോഗ്യത പോലും ബ്രിട്ടനില്ല. അപ്പോ ഇവർ എല്ലാവരും ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് നൽകിക്കൊണ്ടിരിക്കുന്ന അതേസമയം ഉക്രൈൻ റഷ്യയെ വെറുതെ വിട്ടില്ല. ഉക്രൈനെ സംബന്ധിച്ച് അവരുടെ ഒരു നിലപാട് ധൈര്യമായി നിൽക്കുകയാണ്. നിങ്ങൾ എന്നെ ആക്രമിച്ചാൽ ഞാനും ആക്രമിക്കും. ഭാവിയിൽ എന്ത് പ്രശ്നം വരും എന്നുള്ളത് എനിക്ക് ആവശ്യമില്ല. ഇപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞാൻ കാണിച്ചു തരും. അതിനാൽ അവരെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ ഒറ്റ രാത്രിയിൽ മാത്രം 17 സ്ഥലങ്ങളിൽ റഷ്യയ്ക്കുള്ളിൽ സ്ട്രൈക്ക് നടത്താൻ ശ്രമിച്ചു. 80 ഡ്രോൺസ് ആണ്, 1-2 അല്ല. മോസ്കോ മേഖല ഒഴികെ അതിർത്തി പ്രദേശങ്ങളിൽ മുഴുവനും ഷോർട്ട് റേഞ്ച് ഡ്രോൺസ് അയച്ചു. എല്ലാം കാർക്കിവ് മേഖലയിൽ നിന്നാണ് ലോഞ്ച് ചെയ്തു എന്ന് പറയുന്നു. 80 ഡ്രോണുകൾ, 7-ൽ കൂടുതൽ ഹൈമാസ് മിസൈൽ, കൂടെ ചില ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം, അമേരിക്കയുടെ ATCMS, ബ്രിട്ടൻ മെയ്ഡ് സ്റ്റോം ഷാഡോ, ഇവയെല്ലാം റഷ്യയ്ക്കുള്ളിൽ ഫയർ ചെയ്തു. ഇതിനെ റഷ്യ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ ഉക്രൈനെ സംബന്ധിച്ച് ഫയർ ചെയ്തതിനെ കുറിച്ച് അവർ വ്യക്തമായൊന്നും പറഞ്ഞില്ല. എന്തോ ഒരു സംഭവം ചെയ്തു, അത് റഷ്യ ഡിഫൻഡ് ചെയ്തു. പക്ഷേ ഔദ്യോഗികമായി ഉക്രൈൻ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകിയിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് അനന്തരഫലങ്ങൾ വരും എന്നും അവർക്കറിയാം. ഇപ്പൊ റഷ്യയ്ക്കുള്ളിൽ തുടർന്ന് ഇങ്ങനെ ആക്രമിക്കുന്നത് എസ്കലേഷനെ വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും എന്നതല്ലാതെ റഷ്യ ഉക്രൈൻ യുദ്ധം എളുപ്പത്തിൽ അവസാനിപ്പിക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാക്കില്ല. വ്യക്തമായി പറഞ്ഞാൽ ജനുവരി മാസം എന്നത് ഉക്രൈന്റെ ഒരു ഡെഡ് ലൈൻ ആണ്. അതിനുള്ളിൽ എത്രത്തോളം അവർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ കഴിയുമോ അത്രത്തോളം പെട്ടെന്ന് ആ രാജ്യത്തെ അവരെ കൊണ്ട് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. അതല്ല ഞാൻ ഇത് തന്നെ ചെയ്യും, അല്ലെങ്കിൽ വീണ്ടും റഷ്യയെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞാൽ റഷ്യയെ ആക്രമിക്കാം, അത് അവരുടെ ഉത്തരവാദിത്തമാണ്. റഷ്യ ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചാക്രമിക്കണം. പക്ഷേ അവർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എത്രത്തോളം കുറയ്ക്കാൻ സാധിക്കുമോ അത് അവർക്ക് തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ പ്രശ്നം വീണ്ടും സിവിയറായി മാറും. അതിനാൽ ഉക്രൈനെ സംബന്ധിച്ച് അത് സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ എടുത്താൽ നന്നായിരിക്കുമെന്നാണ് അഭിപ്രായം. പലരും ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഉക്രൈൻ അതൊന്നും കേൾക്കുന്നതേ ഇല്ല. ഇതിനിടയിൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ICC ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്ററിനെ ഒരു യുദ്ധ കുറ്റവാളിയെ പ്രഖ്യാപിച്ചു. കൂടാതെ അദ്ദേഹത്തിനായിട്ടുള്ള ഒരു അറസ്റ്റ് വാറന്റ് നൽകിയിട്ടുണ്ട്. ഇതിന് ഒരുപാട് പേർ സ്വാഗതം അറിയിക്കുകയും വലിയ കാര്യമായി സംസാരിച്ചാലും സത്യത്തിൽ ഇത് അത്ര വലിയ പ്രശ്നമേ സൃഷ്ടിക്കില്ല. ഇതിനകം പുടിൻ അറസ്റ്റ് വാറന്റ് ഉണ്ട്. വെസ്റ്റേൺ കൺട്രീസിന് എതിരായിട്ടുള്ള ആളുകൾ പോലും പുടിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോ ICC തന്നെ വെസ്റ്റേൺ കൺട്രീസിന്റെ ഒരു കളിപ്പാട്ടമാണ്. അതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ ഒരുപക്ഷെ ഇസ്രായേൽ പ്രധാനമന്ത്രി പോയാൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയേയില്ല. എന്നാൽ ഒരു സമ്മർദ്ദം ചെലുത്തണം. അവരുടെ അസറ്റ്സിനെ ഒരു രീതിയിൽ ഹോൾഡ് ചെയ്യണമെന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഇതിനിടയിൽ റഷ്യയുടെ വിദേശകാര്യമന്ത്രിയുടെ സ്പോക്സ് പേഴ്സൺ മരിയ സഖറോവ് പറഞ്ഞത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പേർ പറയുന്നത് നാറ്റോയെ അകത്തേക്ക് അയക്കുക എന്നാണ്. എന്നാൽ അവർ അതിർത്തിയിൽ നിൽക്കുകയാണ്. ഞങ്ങൾ നിങ്ങളെ ചാലഞ്ച് ചെയ്യുന്നു. എന്തിന് നിങ്ങൾ അവിടെ തന്നെ നിർത്തുന്നു? പോളണ്ടിൽ നിർത്തിയിട്ടുണ്ട്. മറ്റു പല രാജ്യങ്ങളിൽ ലാറ്റ്വിയ, ലിത്വേനിയ പോലുള്ള രാജ്യങ്ങളിൽ നിർത്തിയിട്ടുണ്ട്. അല്പം ഒന്ന് ഈസ്റ്റേൺ സൈഡിലേക്ക്, 4 ഈസ്റ്റിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ട്രൂപ്സിനെ ഒന്ന് മൂവ് ചെയ്യുക. അതായത് അകത്തേക്ക് നിങ്ങളൊന്ന് ഇറക്കി നോക്കുക. അതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് കാണാമല്ലോ എന്ന് ഒരു കളിയാക്കി പറഞ്ഞു. ഒരു പക്ഷെ നാറ്റോ ഉക്രൈനുള്ളിൽ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പോ ഉക്രൈനുള്ളിൽ ICBM റഷ്യ ലോഞ്ച് ചെയ്ത് അവസാനിച്ചു. ഇനി ഒരുപക്ഷെ നാറ്റോ സൈനികരെ റഷ്യക്കെതിരെ ഉക്രൈനുള്ളിലേക്ക് അയച്ചാൽ അതിന്റെ അവസാനം എന്തായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.